നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. സെന്ററിലേക്ക് വരാനാണ് DC ഓഫീസിൽ കൂടി നിന്നവരോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. DC ഓഫീസിൽ പാതി വഴിയിൽ പൊതുദർശനം അവസാനിപ്പിച്ചാണ് ഇപ്പോൾ VS-നെ റിക്രിയേഷൻ സെന്ററിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൂടി നിന്നവരോട് ഇങ്ങോട്ടേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ കൂടി എത്തുമ്പോൾ ഇത് മഹാസമുദ്രമായി മാറുമോ? വലിയ ആൾക്കൂട്ടം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഇനിയുള്ളതിൽ പരമാവധി ആളുകളെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇടം ഇവിടെ മാത്രമാണ്. മാത്രമല്ല, ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും, ഇവിടെ വരുന്ന എല്ലാവർക്കും അവസാന വ്യക്തിക്ക് വരെ പൊതുദർശനത്തിൽ VS-നെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടേ അവരെ മടക്കിവിടൂ എന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇവിടം വലിയ ജനസമുദ്രമാകും, തർക്കമില്ല കാര്യത്തിൽ. ആ തരത്തിലുള്ള വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ആളുകളെ ഇങ്ങോട്ടേക്ക് ഉടൻ തന്നെ പ്രവേശിപ്പിച്ചു തുടങ്ങും. കാരണം മൃതദേഹം അവിടുന്ന് എടുത്തു എന്ന അറിയിപ്പ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത്രയും സമയം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇന്ന് ഈ വിലാപയാത്ര ആലപ്പുഴ നഗരത്തിലേക്ക് എത്തുന്ന അവസാന ഘട്ടത്തിലും മറ്റും ആളുകളോട് ഇനി നിങ്ങൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വരൂ, അവിടെ പൊതുദർശനത്തിൽ പങ്കെടുക്കാം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അത്തരം ആളുകളുമൊക്കെ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ ആളുകളുടെ ഒരു നീണ്ട നിരയാണ്. അതിനിടയിലേക്കാണ് VS-ന്റെ ഭൗതികദേഹം ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ദൂരെ ആ ദൃശ്യങ്ങൾ നോക്കൂ. അതാ അവിടെയാണ് VS-നെ അവിടേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത്. അവിടെ മന്ത്രിമാരുടെ അടക്കമുള്ള സംഘമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുക അടക്കം ഇവിടെ ഉണ്ടാകും. അങ്ങനെ എല്ലാ ഔദ്യോഗിക ബഹുമതിയും നൽകിക്കൊണ്ട് VS-ന് യാത്രയയപ്പ് നൽകാൻ ആലപ്പുഴ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി പൊതുദർശനം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മാത്രമാണ് ഉണ്ടാവുക. മറ്റിടങ്ങളിലൊന്നും പൊതുദർശനം ഉണ്ടാവില്ല. വലിയ ചുടുകാടിൽ പൊതുദർശനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവിടെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ പ്രവേശനവും അനുവദിക്കുകയുള്ളൂ. മാധ്യമപ്രവർത്തകർക്ക് പോലും അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുമില്ല. ആ തരത്തിലാണ് അവിടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. കാരണം ചെറിയ ഒരു സ്ഥലമാണ്, വലിയ ചുടുകാട്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള സൗകര്യം ഒരുക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവർക്കിടയിലൂടെ VS-ന്റെ ഭൗതികദേഹം ഉടൻ തന്നെ ഇവിടേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുവരും. VS-ന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തിക്കും. PG സജിത്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. പക്ഷേ DC ഓഫീസിലെ അണമുറിയാത്ത പ്രവാഹം മാത്രമായിരുന്നു VS-നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൽ തടസ്സമായി നിന്നത്. അവസാനം പാർട്ടി നേതാക്കൾ ഇടപെട്ട് ഇനിയുള്ളവർ റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ചാണ് ഇപ്പോൾ VS-ന്റെ ഭൗതിക ശരീരം റിക്രിയേഷൻ സെന്ററിലേക്ക് കൊണ്ടുവരുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നു. VS അവസാനമായി യാത്ര പറഞ്ഞിറങ്ങിയിരിക്കുന്നു. DC ഓഫീസിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ സെന്ററിൽ VS-നെ എത്തിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ലോകത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. വിട പറയാൻ ചെങ്കടലായി മാറിയിരിക്കുന്ന ആലപ്പുഴയിൽ റിക്രിയേഷൻ സെന്ററിലേക്ക് VS എത്തുകയാണ്. VS-ന് വീരോചിതമായ യാത്രയയപ്പ് നൽകുകയാണ് പ്രിയ സഖാക്കൾ. അതിനപ്പുറം VS-നെ നെഞ്ചേറ്റിയ മനുഷ്യർ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യർ കാത്തു നിൽക്കുന്നു. കനത്ത മഴയെ അവഗണിച്ചും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ, VS-നെ യാത്രയയക്കാൻ. പ്രിയ സഖാവേ, മരിക്കുന്നില്ല താങ്കൾ, ഞങ്ങളുടെ ഇടനെഞ്ചിലൂടെ ഇനിയും ജീവിക്കുമെന്ന് VS-നോട് വാക്കു പറയാനായ മനുഷ്യർ കാത്തു നിൽക്കുകയാണ്. കനത്ത മഴയെ അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ കൂട്ടം ജനം കാത്തു നിൽക്കുകയാണ്. ഇനി എത്ര നേരം VS ഇവിടെ ഉണ്ടാകും എന്നത് ഈ ജനങ്ങളുടെ ഈ പ്രവാഹത്തെ അനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനിയൊരു അവസരമില്ല, ഇനിയൊരു പോയിന്റ് ഇല്ല, ഇനിയൊരു പൊതുദർശനത്തിനുള്ള ഇടമില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന VS-നെ കാണാൻ ആഗ്രഹിച്ചു വരുന്ന മുഴുവൻ മനുഷ്യർക്കും കാണാനുള്ള അവസരം ഇവിടെ ഒരുക്കണം. അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് ഈ കാണാനെത്തിയ മനുഷ്യർക്ക് സൃഷ്ടിക്കും. ഇപ്പോൾ DC ഓഫീസിന് മുന്നിൽ നിന്നവരോട് റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് VS-ന്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇനി അത് സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്കും VS-നെ കാണാനുള്ള അവസരം ഒരുക്കേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുദർശനം ഇനി എത്ര നേരം നീണ്ടുപോകുമെന്നത് കാത്തിരുന്ന് തന്നെ അറിയണം. ഇതുവരെയുള്ള അനുഭവം VS-നെ കാണാൻ ഓരോ ഇടത്തേക്കും ഒഴുകിയെത്തിയ നൂറുകണക്കിന് മനുഷ്യരാണ്. അതേപോലെ തന്നെയുള്ള ആളുകൾ, അതേപോലെ തന്നെയുള്ള ജനപ്രവാഹം ഇപ്പോൾ റിക്രിയേഷൻ സെന്ററിന് പുറത്ത് നേരത്തെ സജിത്ത് ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തന്നു. കനത്ത മഴയെ അവഗണിച്ച് കൊട പിടിച്ചവർ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നേതാക്കന്മാരെ
ഒക്കെ കാണാം. മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കാണാം, എളമരം കരീമിനെ കാണാം, അങ്ങനെ മേഴ്സിക്കുട്ടിയമ്മയെ കാണാം. അവരൊക്കെ കാത്തിരിക്കുകയാണ് പ്രിയ സഖാവിന് വിട നൽകാനായി. സഖാവിൻ്റെ വരവ് കാത്ത് നേതാക്കൾ അവിടെ കാത്തിരിപ്പ് തുടരുകയാണ്. ആലപ്പുഴയുടെ മണ്ണിൽ വി എസിന് വീരോചിതമായ യാത്രയയപ്പ് ജനങ്ങൾ നൽകുകയാണ്. ഇങ്ങനെ ഒരു ജനനേതാവ്, ഇങ്ങനെ ഒരു ജനകീയനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനമായ, അവരുടെ മൂലധനമായ നേതാവാണ് ഇപ്പോൾ വിട പറയുന്നത്. പാർട്ടിക്ക് കൂട്ടാൽ തീരാത്ത നഷ്ടമാണ്. ഒരു നൂറ്റാണ്ടിലധികം ജീവിച്ചിരുന്ന പ്രിയ നേതാവ്, അതിൽ 8 പതിറ്റാണ്ടിലധികം അത് പാർട്ടിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, ദുഷ്പ്രഭുത്വത്തിൻ്റെ കെടുതികൾ ഏറ്റുവാങ്ങിയ മനുഷ്യർക്ക് വേണ്ടി, അനീതിക്കെതിരെ, സ്ത്രീപീഡകർക്കെതിരെ, നിയമലംഘകർക്കെതിരെ, അഴിമതിക്കെതിരെ ഒക്കെ നിരന്തര പോരാട്ടം നടത്തിയ മനുഷ്യൻ, 8 പതിറ്റാണ്ടിലധികം ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം പകുത്തു നൽകിയ മനുഷ്യൻ, ആ കർത്തവ്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് യാത്ര പറയുകയാണ്, വിട പറയുകയാണ്.